അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ കീഴിൽ DFCCIയിലെയും ജോലി നേടാനായിട്ട് ഇതൊരു അടിപൊളി അവസരം വന്നിട്ടുണ്ട്. 1-2 വേക്കൻസി എല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 642ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും സാലറി ആണെങ്കിൽ 50,000-നും 1,60,000-നും ഇടയ്ക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 രൂപയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സർക്കാർ ജോലി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ PSC ഒരു 2-3 വർഷമായിട്ട് PSC പഠിക്കുന്നവരാണ്, അല്ല ഇനിയിപ്പം PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സർക്കാർ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം 1-2 അല്ല 642 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നിനകത്ത് കയറി പറ്റിയാൽ പോരെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ഒഫീഷ്യൽ സൈറ്റ് ഏതാണെന്നും വേക്കൻസിയുടെ ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ആ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ ഫുള്ളൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് മനസ്സിലായില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ക്ക് കീഴിൽ DFCCIയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് വേക്കൻസി ഈ മാസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 642ഓളം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂനിയർ മാനേജർ, സിവിൽ എക്സിക്യൂട്ടീവ്, ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ്, സിഗ്നൽ അസിസ്റ്റൻറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ്, മൾട്ടി ടാസ്കിംഗ് തുടങ്ങിയ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. മിനിമം 10ാം ക്ലാസ് യോഗ്യത മുതൽ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ വഴി വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 16 നമുക്ക് ജനുവരി 18 മുതൽ അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാം. ലാസ്റ്റ് ഡേറ്റ് ആണ് ഫെബ്രുവരി 16 എന്ന് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി 16 മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് 1/DR/2025 ആണ്. മെയിനായിട്ടുള്ള തസ്തികയുടെ പേര് ഒഴിവുകളാണ് പറയുന്നത്. ജൂനിയർ മാനേജർ ഫിനാൻസ് സെക്ഷനിൽ, സിവിൽ എക്സിക്യൂട്ടീവ്, ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ്, സിഗ്നൽ അസിസ്റ്റൻറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ജോലിയുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 50,000 തൊട്ട് 1,60,000 രൂപ വരെ നമുക്ക് ഇതിൽ നിന്ന് സാലറി ആയിട്ട് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ 50,000-നും 1,00,000-നും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാലറി ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ഇനിയിപ്പം ഓരോ പൊസിഷനിലുള്ള വേക്കൻസികൾ നമുക്ക് നോക്കാം. ജൂനിയർ മാനേജർ ആണെങ്കിൽ 3 വേക്കൻസികളാണുള്ളത്. സിവിൽ എക്സിക്യൂട്ടീവിന് 36 വേക്കൻസി, ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവിന് 64 വേക്കൻസി, സിഗ്നൽ ആൻഡ് ടെലികോം എക്സിക്യൂട്ടീവിന് 75 വേക്കൻസികളാണുള്ളത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനാണ് 464 ഒഴിവുകളുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഏജിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ്, മാക്സിമം ഏജ് 33 വയസ്സ്. അപ്പം 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ SC OBC STക്കാർക്കൊക്കെ പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കിതിൻ്റെ എല്ലാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ജൂനിയർ മാനേജറിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസിംഗ് ഫൈനൽ എക്സാമിനേഷൻ ഓഫ് CMA ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ CA കംപ്ലീറ്റ് ആയവരായിരിക്കണം. പിന്നെ രണ്ടാമത് സിവിൽ എക്സിക്യൂട്ടീവിന് വേണ്ട യോഗ്യതകൾ 3 വർഷത്തെ ഡിപ്ലോമ വേണം സിവിൽ എഞ്ചിനീയറിങ്ങിൽ. അതല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി, പബ്ലിക് ഹെൽത്ത്, വാട്ടർ റിസോഴ്സസ് ഇതിലേതെങ്കിലും ഒന്നിൽ സിവിൽ എഞ്ചിനീയറിങ് പാസ്സായവരായിരിക്കണം. കുറഞ്ഞത് 60% മാർക്ക് എങ്കിലും ഉണ്ടായിരിക്കുകയും വേണം. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവിനാണ് 3 years ഡിപ്ലോമ ഇൻ ഇലക്ട്രീഷ്യൻ,
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രീഷ്യൻ, പവർ സപ്ലൈ ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ, സപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഫ്രം accredited university ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക്. അപ്പോൾ ഇത്രയുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സിൽ 60% കുറയാതെ മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞാൽ സിംഗിൾ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവിന് വേണ്ടത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആണ്. നമുക്ക് 3 years ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പിന്നെ പവർ ഇലക്ട്രീഷ്യൻസ്, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, ഇൻസ്ട്രക്ഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അങ്ങനെ കുറേ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 60% കൂടുതൽ മാർക്കുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മൾട്ടി ടാസ്കിങ് ആണ്. മൾട്ടി ടാസ്കിങ് ആകുമ്പം IT അപ്രൂവഡ് ആയിട്ടുള്ള NCVT, പിന്നെ SCVT തുടങ്ങിയ കോഴ്സുകളിൽ 60% കുറയാതെ മാർക്കുള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സിക്യൂട്ടീവിന് 1000 രൂപ, മൾട്ടി ടാസ്കിങ് സ്റ്റാഫിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 500 രൂപയാണ്. പിന്നെ SC STക്കാർക്ക് പൈസ ഉണ്ടായിരിക്കുന്നതല്ല. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ വഴി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ജനറൽ കാറ്റഗറി OBCക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കും. പിന്നെ വനിതകൾക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും നമ്മൾ ഫീസ് അളവ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് സൈറ്റിൽ കയറി വർക്ക് ചെയ്യാൻ വായിച്ച് നോക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഔദ്യോഗിക സൈറ്റായ dfccil.com കയറിയിട്ട് നമ്മൾ ഹോം പേജ് റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഏത് തസ്തികയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിച്ചിട്ട് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം അപേക്ഷ പൂർത്തിയാക്കി ഫീസ് അടച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് അപ്ലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. പിന്നെ നമ്മൾ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞ് തരാനായിട്ടുള്ള സമയമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയുടെ ഫുൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വായിച്ച് നോക്കുക എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, ഏജ് എത്രയാണ്, വേക്കൻസി എത്രയുണ്ട് എന്നൊക്കെ വായിച്ച് നോക്കുക. ഇപ്പം ഫെബ്രുവരി 16 മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പം ജനുവരി 17 ആയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത്രയും സമയമുണ്ട്. അപ്പോൾ 16 ഇടയ്ക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഫുള്ള് വായിച്ച് നോക്കിയിട്ട് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ വായിക്കണം. ഏതൊരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഫുൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്മിറ്റ് ചെയ്യണം. ഈ ഒരു 2025 നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നമുക്ക് ഈ വീഡിയോ ആശംസിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.